മല്ലൻ മകനെ, ഇക്കായൽ കരയും കലയും ആരുടേതുമല്ലൻ മകനെ. പുലിപുരുകൾ പൊട്ടിപരുന്നുകൾ കടലാനകൾ കാട്ടുരുവങ്ങൾ പലകാല പല ദൈവങ്ങൾ ഉലയാടികൾ നമ്മളുമൊപ്പം. അപ്പൊ ചങ്കളെ നമ്മൾ ഇറാനിലെത്തിയിട്ട് ഹോർമോസ് ഐലൻഡ് എന്നൊരു ഐലൻഡിലേക്ക് വന്നതാണ്. ഇവിടെ സ്പീഡ് ബോട്ടുണ്ടാവുന്ന എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാൻ വരും വീഡിയോയിലേക്ക് നിങ്ങൾ ഡെയിലി അപ്ഡേറ്റ് ആകും. ഓക്കെ, ഇതാണ് ഞാൻ ആ പറഞ്ഞ ഹോർമോസ് ഐലൻഡിൽ. അതായത് ഇപ്പോൾ പോകാൻ പോകുന്ന ബോട്ട് സ്പീഡ് ബോട്ടാണ്. ഈ കാണുന്ന ഈ പച്ച കളറിൽ നിൽക്കുന്ന ഈ ബോട്ടാണ്. ഇതൊക്കെ പോകാനുള്ള ബോട്ടുകളാണ്. ഒരുപാട് ബോട്ടുകൾ ഇവിടെ ഉണ്ട്. ഇത് ഉൾക്കടലിലേക്കാണ് ഇത് പോകാമെന്ന് പറഞ്ഞത്. ഒരുപാട് ദൂരം ഉൾക്കടലിലേക്ക് യാത്ര ചെയ്യുമെന്നാണ് പറഞ്ഞത്. നമ്മളിത് പോകണ്ടെന്ന് വിചാരിച്ചു. കാരണം ഇതൊക്കെ നമ്മളെ നാട്ടിലുള്ള സംഗതിയാണല്ലോ. പക്ഷേ ഇത് ഭയങ്കര എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു യാത്ര തന്നെയാണ് നമ്മളെ ഗൈഡ് പറഞ്ഞത്. അപ്പോൾ അത് കാരണമാണ് എന്ത് ചെയ്യുന്നത്, ഇത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് വിചാരിച്ചത്. ബോട്ടിൽ നിന്ന് ഇറങ്ങി വരുന്ന രംഗാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഓക്കെ, നമ്മൾ ഐലൻഡ് എത്തി. ഇവിടുന്ന് ലാസ്റ്റ് ബോട്ട് രാത്രി 7 മണിക്കാണെന്നാണ് പറഞ്ഞത്. അതിന് മുമ്പ് എന്ത് ചെയ്യണം, ഇവിടെ തിരിക്കുകയും ചെയ്യണം. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കടലിൻ്റെ നടുക്ക് വളരെ ചെറിയൊരു ഗ്രാമനൊക്കെ വിശേഷിപ്പിക്കാം. വളരെ ഈ കാണുന്നത് മാത്രം ഏകദേശം ഒരു 10-200 ആളുകൾ താമസിക്കുന്ന ഒരു ദ്വീപാണ് ഈ കാണുന്നത്. അത് ശരിക്കും നമ്മളെ നാട്ടിൽ ഒരു ഉത്സവ പറമ്പിലൊക്കെ പോയാൽ അങ്ങനെ ഉണ്ടാവും. അതേപോലെ നമ്മളെ വള്ളിയൂർക്കാവ് പിന്നെ ഉത്സവത്തിനൊക്കെ പോയാൽ ഭയങ്കര രസമല്ലേ കാണാൻ. അതേപോലെ ഒരു സ്ഥലമാണ് കേട്ടോ. റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഒരുപാട് കച്ചവടക്കാർ, ഡ്രസ്സുകൾ, ഫ്രൂട്ട്സുകൾ, അങ്ങനത്തെ കച്ചവടക്കാർ. ഇത് നമ്മളെ നാട്ടിലുണ്ട്. ബാംഗ്ലൂർ, മൈസൂരൊക്കെ ഉള്ള പോലത്തെ ഒരു സംഗതികൾ. ബൈക്കിൽ സീറ്റാക്കിയിട്ട് ഒരു 5-10 ആളെ കൊണ്ടാവാൻ പറ്റിയൊരു വണ്ടി. ഇതിന് മണിക്കൂറിന് അവർ പറയാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ചോദിച്ചിട്ടില്ല. ബൈക്ക് വാടക കിട്ടുമെന്ന് എടുക്കുന്നുണ്ട്. നമ്മൾ ഒരു 6 നമ്മൾ എടുക്കുന്നുണ്ട് ബൈക്ക് വാടക. ഇത് ബൈക്ക് വാടക കിട്ടും. പക്ഷെ ഇവരെ ഭാഷ നമുക്കറിയില്ല, ഇവർക്ക് ഇംഗ്ലീഷും അറിയില്ല, ഹിന്ദിയും അറിയില്ല. യാ 700. യെസ്, ഓക്കെ. ഞങ്ങളിവിടെ വന്നിട്ട് ഈ പിക്കപ്പ് ആട്ടോ എടുത്തത്. കാരണം ബൈക്കെല്ലാം അതിന് ഭയങ്കര പൈസ പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് എന്തേ മലയാളെ കുറിച്ച് അനസുഭായി പറയാനുള്ള? നല്ല എത്രയോ മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഒരു കടലായിരുന്നിരിക്കണം. ആയിരിക്കാം അല്ലേ? കടലിറങ്ങി യഥാർത്ഥത്തില് ഇതൊരു കടലിന്റെ ഭാഗമായിരുന്നിരിക്കാം. ഇറാൻ വല്ലാത്തൊരു അനുഭൂതിയാണ് നൽകുന്നത്. ഒരിക്കലും നഗ്നനേത്രങ്ങൾ കൊണ്ട് ഇതെന്താ സംഭവം നമുക്ക് മനസ്സിലായിട്ടില്ല. കുറെ ഇങ്ങനെ കൂണ് മുളച്ചതുപോലെ കാണുന്നുണ്ട്. കുറെ നടക്കാണ്ട്, നല്ല പേരും ചൂടുമാണ്. മലേൻ്റെ ഉള്ളിലേക്ക് പോയിട്ടുണ്ടല്ലോ, എന്തെന്നാണെന്നറിയില്ല. കുറെ ഇങ്ങനെ പോലെ നടന്നങ്ങെത്തിന്. ഇത് വീഡിയോ കാണുമ്പോൾ ചെറുതാണ്, പക്ഷെ ഒരുപാട് ഉയരമുള്ളൊരു മലയാണ്. ആ ഗുഹയാണിത്. ഗുഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലെല്ലാം ചിലപ്പം ഐതിഹ്യങ്ങളുണ്ടാവും. അതിനെക്കുറിച്ച് നമുക്കറിയില്ല. ഇവിടെ ചോദിച്ച് മനസ്സിലാക്കാൻ ആർക്കും ഭാഷ അറിയില്ല. അങ്ങോട്ടങ്ങോട്ട് പോകുമ്പം ഇരുടാണ് വരുന്നത്. കുനിഞ്ഞ് നടക്കണം. ഇരുന്ന് നടക്കണം, കുനിഞ്ഞല്ല. ഈ ഗുഹ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഈ ഗുഹേൻ്റെ ഉള്ളിലൊരു ഉപ്പാണ് ഈ കാണുന്നത്. കംപ്ലീറ്റ് ഉപ്പാണിത്. ഇതിലിങ്ങനെ എന്താക്കണം, ഇരുന്നിട്ട് നടക്കണം, ഇരുന്ന് നുഴയണം.
കാണില്ല, ആളുകൾ പോകുന്നതാണെന്നില്ല. അങ്ങനെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. ആകെ ഒരു 100 മീറ്റർ പോകാൻ പറ്റിയിട്ടില്ല കേട്ടോ. അപ്പൊ യൂട്യൂബിലെ ശ്വാസം മുട്ടാൻ തുടങ്ങി. ഈ ഫാമിലി ഒന്നും കയറിയിട്ട് തുടക്കത്തിൽ തന്നെ ഒരു 10 മീറ്റർ പോകുമ്പോഴേക്ക് ഈ കാണുന്ന ഫാമിലികൾ തിരിച്ച് റിട്ടേൺ പോകുന്നു. ഫാമിലികളൊക്കെ വന്നിട്ട് ഇവിടം വരെ വരാൻ പറ്റുന്നുണ്ടോ കേട്ടോ. കാണുന്നതൊക്കെ എന്താണ്, ഉപ്പാണ്. ഇതിനെന്തെങ്കിലും ഐതിഹ്യം ഉണ്ടാവും ഇവിടെ. ഐതിഹ്യമല്ല, കടല് ഇതിന്റെ ചരിത്രപരമായ. അതെ. ഓക്കെ, താങ്ക് യു. നമ്മളെ മഫ്രൂഷ് ഇത് അതിന്റെ ഉള്ളിലേക്ക് പോകുന്നു. പക്ഷെ എന്നെ കൊണ്ട് പറ്റുന്നില്ല. നിനക്ക് ശ്വാസം മുട്ടുന്നുണ്ടോ? അതാണോ? ഞാൻ പോകുന്ന കണക്ക് എന്നെ കൊണ്ട് പറ്റില്ല. അങ്ങ് അറ്റ കാണുന്നില്ല കേട്ടോ. മഫ്രൂഷ് തരുന്ന രംഗം കണ്ടോ? ഇതിൻ്റെ ഉള്ളിൽ നിനക്ക് ശ്വാസം മുട്ടും. എന്താ മോനെ, ഇവര് നമ്മളൊരു ഭാഷ നമുക്ക് മനസ്സിലാവുന്നില്ല. ഇവരിത് എടുത്ത് പാസഞ്ചേഴ്സ് വന്നിട്ട് കുപ്പി അതേപോലെ സിഗരറ്റ് ഇതൊക്കെ എടുത്ത് വേസ്റ്റ് പെറുക്കുന്നതാണ്. ഇത് നമ്മളെപ്പോലെ വന്ന നമ്മളെ ബാക്കില് വലിയൊരു വണ്ടിയിൽ വന്ന ഒരാളാണ് ഞാൻ. My name is Ali. അല്ലേ? Yes. Where are you from? Iran. ഇറാൻ? Yes. യെസ്, ഓക്കെ, ഗുഡ്. Thank you. വൃത്തിയാക്കുന്നതാ കാണുന്നത് കേട്ടോ. കാരണം ഇവിടെ പിന്നെ ഇതേപോലെ നമ്മളെ പോലെ ആളുകൾ കാണാൻ വന്നിട്ട് കുപ്പിയും അതും ഇതെല്ലാം ഇട്ടിട്ട് മുൻപ് നമ്മളൊന്നിച്ച് വന്ന ആളാണ്. പക്ഷെ ഓൻ വൃത്തിയാക്കുന്ന ഒരു രംഗമാണ് കാണുന്നത്. ഒരു പരിസര വൃത്തിക്കാരനാണ്. ഞാൻ ഏകദേശം ഒരു 1000 അടി താഴെയുള്ള കേട്ടോ. സുനീർ ഭായ് നോക്ക്, ഇതാണ് കടലിറങ്ങിയ മലേന്റെ ഒരു ചെരുവിലാണ് ഞങ്ങളുള്ളത് കേട്ടോ. ഇത് ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന കേട്ടോ ഈ മല. ഈ കാണുന്നതെല്ലാം കടലിറങ്ങിയാന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാ. ഏതാ രസം എന്നറിയാം. ഇറാന്റെ കാഴ്ചകൾ. നഗ്നനേത്രങ്ങൾ കൊണ്ട് ഇതൊക്കെ കാണാൻ കഴിയുമെന്ന് ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. കാരണം ഇറാനെ കുറിച്ച് കേട്ടറിഞ്ഞ കഥകൾ വേറെയാണ്. പക്ഷേ നേരിൽ വന്ന് കണ്ടപ്പോഴാണ് ഇറാൻ ഇത്ര സുന്ദരമാണെന്ന് നമുക്ക് മനസ്സിലാകുന്നത്. സഞ്ചാരികളോട് എനിക്ക് പറയാനുള്ളത്, ഇറാനിലേക്ക് വരൂ. ഇറാനിലെ ഓരോ ചരിത്രപരമായ സത്യങ്ങളും മനസ്സിലാക്കുക എന്നുള്ളതാണ് എനിക്ക് സഞ്ചാരികളോട് പറയാനുള്ളത്. ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലും രാപ്പകലുകളുടെ മാറിവരവിലും ചിന്തിക്കുന്ന മനുഷ്യന് ദൃഷ്ടാന്തമുണ്ട്. എത്ര മനോഹരമാണ് ആ വചനങ്ങൾ. ഇവിടെ കാണുന്നത് തന്നെ മറ്റൊന്നല്ല. ആകാശം പടച്ചു, ഭൂമിയെ ചമച്ചു, അനവധി പർവ്വതങ്ങൾ പടച്ചുവെച്ചു. സാൾട്ട് മൗണ്ടെയിൻ എന്നറിയപ്പെടുന്ന ഉപ്പുമല വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ്. ഇതൊരു വളയാണ്, അതായത് ഒരു ചൂരല് പോലത്തെ ഒരു വള. എന്താന്ന് മനസ്സിലാവുന്നില്ല നമുക്ക്. ഇതിവിടെ നമ്മൾ വന്നപ്പോൾ, ഇറാനിൽ വന്നപ്പോൾ ഒരു മലാന്റെ സൈഡിൽ നിന്ന് ഒരാള് വീണ വായിക്കുന്ന ഒരു സംഭവം കാണാൻ പറ്റും കേട്ടോ. ചങ്കള, നേരത്തെ ഞാൻ നിങ്ങൾക്ക് ഒരു ഗുഹാൻ്റെ ഉള്ളിൽ ഉപ്പ് കാണിച്ചു തന്നില്ല സൈഡിൽ. അതേപോലെ കുറച്ച് മുമ്പോട്ട് വന്നപ്പോൾ വലിയൊരു ഉപ്പിൻ്റെ മല. ഇത് കടലിറങ്ങിയതായിരിക്കാനാണ് ചാൻസ്. പിന്നെ നമുക്കിത് ഇവരോട് ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. കാരണം ഇവർക്ക് ഇവിടുത്തെ ഭാഷ മാത്രമേ അറിയുള്ളൂ, ഇറാൻ ഭാഷ. ഇവർക്ക് ഇംഗ്ലീഷ്, ഹിന്ദി ഒന്നും അറിയില്ല, ഉറുദു അങ്ങനത്തെ ഒന്നും അറിയില്ല. ഒന്നുകൂടെ പറയൂ. ഞാനെത്തി
നമ്മളെ ടാക്സി പിക്കപ്പിലേക്ക് കയറി കാണുന്ന കേട്ടോ. യെസ്, റെഡ് ബീച്ച് അഥവാ ചുവന്ന കടൽ തീരം എന്നറിയപ്പെടുന്ന വളരെ നയനമനോഹരമായ ഒരു കടൽ തീരത്താണ് നാം എന്നുള്ളത്. ഇതൊരു വ്യൂ പോയിന്റിലേക്ക് പോകുന്നതാണ്. മല ഇറങ്ങിക്കൊണ്ടൊരു വ്യൂ. എൻ്റെ കൂടെ ഉള്ള ആളുകളെല്ലാം താഴത്തേക്ക് പോയിട്ടുണ്ട്. താഴത്തെന്തോ കാണാനുണ്ട്. കുറച്ച് നടക്കാനുണ്ട്. ഞാൻ പോയിട്ട് വീഡിയോ പകർത്തട്ടെ. എന്താ ഭംഗി എന്നറിയ സ്ഥലത്തിൻ്റെ കാണാൻ. വാ, ഇതൊക്കെ ചാടാൻ കളിക്കുന്നുണ്ട്, പക്ഷെ ഞങ്ങൾ വിടൂല. ഓക്കെ, നമ്മുടെ സുനീർ ഭായി പറഞ്ഞതുപോലെ ഇതാണ് റെഡ് ബീച്ച്. ഇതിന് റെഡ് ബീച്ച് എന്ന് വരാൻ കാരണം ഞങ്ങൾ അത്യാവശ്യം ഹിന്ദി അറിയുന്ന ഒരാളോട് ചോദിച്ചപ്പോൾ ഈ ചുമന്ന കളർ മണ്ണായത് കൊണ്ടാണ് റെഡ് ബീച്ച് എന്ന് വരാൻ കാരണം എന്നാണ് പറഞ്ഞത്. ഓക്കെ, എന്ത് ഭംഗിയുള്ള സ്ഥലമാണെന്നറിയോ. ഇത് കണ്ട് ആസ്വദിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ. അപാര ഭംഗി. ആ കാണുന്നതാണ് റെഡ് ബീച്ച് അഥവാ ചുവന്ന കടൽ തീരം. ഇറാനിലെ വളരെ നയനമനോഹരമായ ഒരു കടൽ തീരമാണ് ഈ റെഡ് ബീച്ച് എന്നറിയപ്പെടുന്ന ഈ ചുവന്ന കടൽ തീരം. ഇന്ന് വൈകുന്നേരം ഈ സായാഹ്നം ചെലവിടുന്നത് ഈ കടൽ തീരത്താണ്. സുന്ദരമായ അസ്തമയ സൂര്യനും ഈ കടലിന്റെ വശ്യമനോഹാരിതയും കണ്ടാസ്വദിക്കുവാനാണ് ഇന്ന് നമ്മൾ ഇവിടെ എത്തിയിട്ടുള്ളത്. ഈ ഹോട്ടലിന് പ്രത്യേകത ഉണ്ട്. എന്താ പറയുക, നമ്മുടെ നാട്ടിൽ കല്യാണമൊക്കെ ഇല്ലേ, അതേപോലെ ഒരു കല്യാണ പന്തൽ പോലെയാണ് കേട്ടോ ഈ ഹോട്ടൽ സ്റ്റാർട്ടിങ്ങേ തുടങ്ങുന്നത്. നമ്മൾ ഫുഡ് കഴിച്ചത് ഒരു ഹോം ഫുഡാണ് കേട്ടോ. ബാക്കി കാണിച്ചു തരാം. ഞങ്ങൾ ഓർഡർ ചെയ്ത ഭക്ഷണമാണ്. ഇതിന്റെ പേരാണ് കലീമാഹി എന്നാണ് ഇതിന്റെ പേര്. ഓക്കെ, ഇവിടുത്തെ ഒരു റൊട്ടിയാട്ടത് നല്ല രസമല്ലേ. ഒരു ഡ്രസ്സിന്റെ ഒക്കെ ഒരു ബോൾ, ഒരു ബബിളി ടൈപ്പ്. നോക്കണ്ട, തിന്നണല്ലോ, പഠിക്കണല്ലോ. നല്ല നമ്മളെ KFC ഒക്കെ പോലെ ഉണ്ട്. മുഖേഷ്, നമ്മളിപ്പോ കഴിച്ചത് ഫിഷ് എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? ഇനെന്താ കഴിക്കാൻ പോകുന്നത്? ഇനെന്താ ടേസ്റ്റ് ചെയ്യുന്നത്? ചിക്കൻ കബാബ്. ഇപ്പൊ ഫിഷ് കഴിച്ച് ഇനിയിപ്പോ അടുത്ത ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത് ചിക്കൻ കബാബ്. നാട്ടിൽ നിന്ന് വരുമ്പോൾ നെയ്ച്ചോറിന്റെ അരി, ബസ്മതി, പരിപ്പ് വരെ കൊണ്ടുവന്നിന്. പക്ഷെ ഇതിൽ എന്നെ വെക്കാൻ പറ്റില്ല. ആരെന്നറിയാം, ഈ ഒരു മുടിയനായ മുതല് എന്താക്കുന്നില്ല. ആദ്യം ഇറാനിലുള്ള ഭക്ഷണം നമുക്ക് പരിചയപ്പെടാം. അതിന് ധാരാളം ഭക്ഷണം വെക്കാൻ വിടുന്നില്ല. ഇതിപ്പോ ഒരു ടേബിള് കാലിയായി കേട്ടോ. ഒരു ടേബിള് വലിയൊരു പൈസന്റെ ബോധത്തിൽ തിന്ന് കാലിയാക്കി. അതായത് ഇറാനിലെ ഭക്ഷണങ്ങളെല്ലാം ട്രൈ ചെയ്തതിന് ശേഷം അവിടുത്തെ ഭക്ഷണങ്ങള് നമുക്ക് തുർക്ക്മൻ സ്ഥലം ട്രൈ ചെയ്യാനുണ്ട്. നിങ്ങളുടെ അരി ചെലവാടുന്നുണ്ടെങ്കിൽ വണ്ടി ചൈനയിലെത്തണം. അതിനു മുമ്പ് നിങ്ങളുടെ ഭക്ഷണം എനിക്ക് തോന്നലില്ല ഇവിടെ പൊടിയാണെന്നുള്ളത്. എന്നെ ചോറ് വെക്കാൻ സമ്മതിക്കുന്നില്ല. അവര് പറയുന്ന നമ്മളെ നാടൻ ഫുഡ് ചൈന കഴിഞ്ഞിട്ട്. ഓക്കെ, നോക്കാൻ നമുക്ക് അതുവരെയുള്ള ഫുഡൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാം. പിന്നെ നമ്മളെ ഇതിന്റെ വിട്ടവര് അതിന്റെ അറിഞ്ഞൂടെ അങ്ങനെ പറയും. ഇതിനോട് എന്ത് ചെയ്യാം അത് മനസ്സിലായിട്ടില്ല. കൽമായി അത് ഉച്ചക്കച്ചാണ്. ഇയാള് അതേ കേട്ടോ. എരിവും പുളിയൊന്നുമില്ല. ഒരു പച്ചമുളക് കിട്ടിയില്ല. ഞാൻ തന്നെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഞാൻ തന്നെയാണ് രണ്ടും പേർക്കല്ല വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ടാണ് എന്നെ കാണാത്തത് കേട്ടോ. ചോറിന് കൊടുക്കുന്ന പൈസ കഴിച്ച കലീമാഹിന്റെ ഫുഡിന്റെ പൈസ കൊടുക്കുന്ന എത്രയാണെന്ന് അറിയാം? 19 മില്യൺ കേട്ടോ. അവിടെ കാണിക്കണമെന്ന് ശരിക്കും കാണിക്കാം. 19 മില്യൺ. ഇതാ നമ്മളെ ബില്ല്. കാരണം ഇവിടെ പൈസക്ക് വളരെ മൂല്യം കുറവാണ്. 19 മില്യണാണ് ആരെണ്ണുന്നത്? നമ്മുടെ ഫസീം ബ്രോ എണ്ണുന്നത്. 19 മില്യണാണ്.
ഭക്ഷണം കഴിച്ചിട്ട് കൊടുക്കാനുള്ള പൈസ ഉണ്ട് കേട്ടോ. ഞങ്ങൾ 6 ആള് അതായത് ഐലൻഡ് നിന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഓർമോസ് ഐലൻഡിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്കറിയില്ലല്ലോ ഇവിടുത്തെ പൈസ. അപ്പൊ അതിന് വേണ്ടി എണ്ണി കുറ്റപ്പെടുത്തി വെക്കുന്ന കേട്ടോ. ഭക്ഷണം ഇവരെന്താ പറഞ്ഞത് കേട്ടോ. എന്നിട്ടും പോരാന്നാ പറയുന്നത്. അതാ കൊടുത്ത് അപ്പം ഇറാനിലെ ഹൊർമോസ് ഐലാൻഡിലെ കാഴ്ചകൾ കണ്ട് ഞങ്ങളിപ്പോൾ തിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് റൂമിലേക്ക് പോവുകയാണ്. നെക്സ്റ്റ് കാഴ്ചയുമായി നെക്സ്റ്റ് പ്ലേസ് നെക്സ്റ്റ് വീഡിയോ. ഓക്കെ.